ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഈ വീഡിയോ കുറേ മുമ്പ് എടുത്ത് വെച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ മുമ്പത്തെ വീഡിയോ എൻ്റെ സൗണ്ട് ശരിയല്ല, എനിക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റുന്നില്ല, ചുമച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ചുമയൊക്കെ ഒന്ന് മാറി ഓക്കെ ആയിട്ട് ഇപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ഞാൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോന്നായിട്ട്. അപ്പോൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് എന്തായാലും വീഡിയോ ഇടും കേട്ടോ. അപ്പോൾ ഞങ്ങളിത് അവണയങ്ങാട്ടേക്ക് ഇറങ്ങിയതാണ് ഒരു ദിവസം. അപ്പോൾ ഞങ്ങൾ പരമാവധി ഓരോ ദിവസത്തെ ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്, സൗണ്ടൊക്കെ വന്നിട്ട് വീഡിയോ ഇടാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാനും അമ്മയും കുട്ടും ഉണ്ണി മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഒരു സന്തോഷ വാർത്ത നിങ്ങളെല്ലാവരും അറിഞ്ഞു എന്ന് വിചാരിക്കണം, അനിയത്തി പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ ഞങ്ങൾ പിന്നെ പുറത്ത് പറയണ്ട, ഒന്ന് ഓക്കെ ആയിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പുറത്ത് പറയാതിരുന്നത്. എല്ലാം ഇങ്ങനെ നോക്കി ഇങ്ങനെ സെറ്റായിട്ട് നമ്മൾ പറയാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പറയാതിരുന്നത്. അപ്പോൾ ഞങ്ങളിത് അവണയങ്ങാട്ടേക്ക് വന്നേക്കാണ്. ഇവിടേക്ക് മിക്കപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് കേട്ടോ, പറ്റുന്ന ദിവസങ്ങളൊക്കെ വരാറുണ്ട്. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ പണിയൊക്കെ നടക്കണുണ്ടല്ലേ, അവിടെ എന്തോ ഉത്സവം നടക്കാൻ പോവാണ്. ഉത്സവമോ എന്തോ പരിപാടി അവിടെ നടക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയാണ്, ഉത്സവമല്ല, എന്തോ പരിപാടി ഉണ്ട്, അത് കാരണമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വിചാരിച്ചു അച്ഛനും അമ്മയ്ക്കും മന്തി വാങ്ങിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് മന്തി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്നും വരണ സ്ഥലമാണ് അറേബ്യൻ ട്രീറ്റ്. അവിടെ വന്നിട്ട് ഞങ്ങൾ മന്തി കഴിക്കാൻ പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അച്ഛനമ്മേനെയും കൊണ്ട് മൂവിക്കൊക്കെ പോയിട്ട് അന്നത്തെ ദിവസം. അത് കഴിഞ്ഞ പിറ്റേ ദിവസം, അപ്പോൾ ഈ ഒരു വ്ളോഗ് കാണുമ്പോൾ മനസ്സിലായത് കുറേ നാളായി എന്നുള്ളത്, കുറേ ദിവസമായി എന്നുള്ളത്. ഇപ്പോൾ ശിവുവിൻ്റെ ഡാൻസാണ് കേട്ടോ, നമ്മൾ വേലൂർ ഒരു സ്കൂളിലാണ് ശിവുവിൻ്റെ ഡാൻസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ എന്തോ വാർഷികം നടക്കുന്നുണ്ട്. അപ്പോൾ ഡിയോ ഡിയോ എന്നുള്ള പാട്ടാണ് ശിവു ഡാൻസ് കളിച്ചത് കേട്ടോ. അപ്പോൾ ശിവു ഓരോരുത്തരെ തോണ്ടി വിളിച്ചിട്ടതേ ഞാൻ കളിക്കണ കണ്ടോ, ഇങ്ങനെ സ്റ്റെപ്പ് ഇടുന്നൊക്കെ പറഞ്ഞ് കൊടുക്കുകയാണ് ആൾ. അവൾക്ക് ഡാൻസ് കളിക്കാനായാലും പാട്ട് പാടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അവളെ ഡാൻസിൽ ചേർത്തണം. ഇനി അവൾക്ക് എന്തൊക്കെ ഇഷ്ടങ്ങളുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നോക്കി കണ്ടറിഞ്ഞ് നമുക്കെല്ലാം ചെയ്ത് കൊടുക്കണം. ഇനിയിപ്പോൾ അടുത്ത സ്കൂളിലേക്ക് ചേർത്താറായി. പിന്നെ വേറെ കുറേ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ പറയാം എന്തായാലും. അപ്പോൾ അത് ശിവുവിന് മറ്റേ ട്രോഫിയൊക്കെ കിട്ടിയിട്ടാണ്, അതൊക്കെ കാണിച്ചൊരു ചെറിയ ഷോ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആൾ. അപ്പോൾ അതേ ഒരു ബലൂണൊക്കെ കിട്ടിയിട്ട് ഇങ്ങനെ വീർപ്പിക്കുമ്പോൾ ഇങ്ങനെ സൗണ്ട് ഉണ്ടാവണതൊക്കെ. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി. ഇപ്പോൾ അമ്മേനെയും കൂട്ടിയിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഒന്ന് വന്നേക്കാണ്. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരു കാര്യം ഉണ്ടായിരുന്നു, അതിന് വേണ്ടി ഇറങ്ങിയതാണ്. ഇതിപ്പോൾ ഞങ്ങൾ ചിക്കൻ മേടിക്കാൻ വേണ്ടിയിട്ട് പറപ്പൂർ ഒരു കടയിൽ കയറിയേക്കാണ് കേട്ടോ, തൃശ്ശൂർ പറപ്പൂർ. അപ്പോൾ ചിക്കൻ കടയിൽ കയറിയേക്കാണ്, അത് മേടിച്ചിട്ട് പോവാലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ നമ്മുടെ കാറ് സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. അധികം വലിയ സ്ഥലമൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് സൈഡിൽ കുറച്ച് ഗ്യാപ്പ് കുറവാണ് വണ്ടി ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് തിളങ്ങി നിൽക്കുന്നുണ്ട്. അത് നീ വീഡിയോയിൽ കറക്റ്റായിട്ട് പറഞ്ഞോളൂ എന്ന് കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ടാണ് ഒരു പോർഷൻ എടുത്ത് വെച്ചേട്ടാ. അപ്പം ഞാൻ പറഞ്ഞു ചിക്കൻ്റെ കവറൊക്കെ കാണിച്ച് രണ്ട് തിരിക്കി ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ ഇറങ്ങി. അപ്പോൾ കുട്ടുവിന് കരിമ്പിൻ ജ്യൂസ് കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കാണെങ്കിൽ ഈ ജ്യൂസിനോട് ഒട്ടും താല്പര്യമില്ല, ഞാൻ അതുവരെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുമില്ല, എനിക്കിഷ്ടമല്ല. കാണുമ്പോൾ എനിക്ക് കഴിക്കാൻ തോന്നിയിട്ടില്ല ഇതുവരെ. ഞാൻ ഇതുവരെ ടേസ്റ്റ് ചെയ്യാത്തൊരു സാധനമാണ് കരിമ്പിൻ ജ്യൂസ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഞങ്ങളിതേ പട്ടിക്കുട്ടി ഉണ്ട് കേട്ടോ ഞങ്ങളുടെ കൂടെ. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ പോരുമ്പോൾ പട്ടിക്കുട്ടീനെ കൈ പിടിച്ചിട്ടാണ്, ഡാൻസൊക്കെ കഴിഞ്ഞ് പട്ടിക്കുട്ടീനെ കൈ പിടിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോയോണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുമ്പോൾ ഞങ്ങൾ വിചാരിച്ചു ചിക്കൻ മേടിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അച്ഛൻ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് ചിക്കനൊക്കെ വെച്ച് പൊറോട്ട മേടിക്കാം, അങ്ങനെ ചൂട് പൊറോട്ട മേടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളല്ല കുട്ടിറങ്ങി വീടിൻ്റെ അടുത്തുള്ളൊരു തട്ടുകടയിൽ ഇറങ്ങി. വീടിൻ്റെ അടുത്ത് കുറേ തട്ടുകടകളുണ്ട് കേട്ടോ. അപ്പോൾ അതേ കാറൊക്കെ പാർക്ക് ചെയ്ത് സൈഡിലാക്കി പൊറോട്ട മേടിക്കാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ ഇതേ പൊറോട്ടയൊക്കെ ആൾ പൊതിഞ്ഞിങ്ങനെ സെറ്റാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ വിജിക്ക് പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതൊക്കെ മുമ്പ് എടുത്ത് വെച്ചതാണ്. പക്ഷേ പ്രഗ്നൻ്റ് എന്നുള്ള കാര്യം കാണിക്കാൻ വേണ്ടിയിട്ടല്ല എടുത്തത്, ജസ്റ്റ് എന്താ പറയുക ഇളനീര് മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് വെറുതെ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ അന്നൊന്നും ഇടാൻ പറ്റിയില്ല. ഇപ്പോൾ എന്തായാലും പ്രഗ്നൻ്റ് ആയ കാര്യം പുറത്ത് പറഞ്ഞല്ലോ, അപ്പോൾ എന്തായാലും പറയാമല്ലോ എന്ന് വിചാരിച്ചു. എന്താ വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് എന്ത് കഴിച്ചാലും ഛർദിയാണ്, ഒന്നും കഴിക്കാൻ പറ്റില്ല. ഇളനീര് വെള്ളം കുടിച്ചാൽ നല്ലതാണല്ലോ, അത് കാരണം ഞങ്ങൾ പുറത്ത് പോയി വരുമ്പോൾ ഇളനീര്, അതുപോലെ ഛർദ്ദിക്കാണ്ടിരിക്കാനുള്ള നാരങ്ങ, പിന്നെ അവൾക്ക് തണ്ണിമത്തൻ ഇഷ്ടമാണ്, അത് ഞാൻ ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ഉണ്ടാക്കി കൊടുക്കും. മൂപ്പരാൾ ഇടയ്ക്കിടയ്ക്ക് പോയി ഛർദ്ദിക്കുകയും ചെയ്യും. പിന്നെ കഞ്ഞിയാണ് ആൾക്ക് മെയിൻ സാധനം, കഞ്ഞി ഭയങ്കരമായിട്ട് കഴിക്കും, കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു കുഞ്ഞൊരു ചമ്മന്തി ഉണ്ടെങ്കിൽ ആൾക്ക് കുശാല. അപ്പം അങ്ങനെ വിജി ഇപ്പോൾ പറ്റണില്ല എന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് വരും, അങ്ങനെയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ പഴം മേടിച്ചിട്ടുണ്ട്, ശിവുവിന് കുറച്ച് പഴം തിന്നണം അമ്മേ എന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞിപ്പഴം കുറച്ച് മേടിച്ച് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാണ് നമ്മൾ മേടിച്ച പൊറോട്ട. അപ്പോൾ ഇത് ഇപ്പോൾ തുറക്കണില്ലേ, അപ്പോൾ തുറക്കണമല്ലോ എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കൂട്ട് പറഞ്ഞ് തുറക്കണം, അത് പാക്ക് ചെയ്യണതൊക്കെ വീഡിയോ ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറയും കൂട്ടും. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പാപ്പു പാത്രം. ഇപ്പോഴും ഈ പ്രായത്തിലും പാപ്പു എന്ന് പറയുന്ന വല്ലവരുണ്ടോ? അതെന്ന് വെച്ചാൽ ഞങ്ങൾ പണ്ട് തൊട്ടേ പാപ്പു വേണമെന്ന് പറയുമ്പോൾ അച്ഛൻ്റെ അടുത്തായാലും അമ്മയുടെ അടുത്തായാലും ഇപ്പോൾ
ഞങ്ങൾ പാപ്പ് വേണം, പാപ്പ് കഴിക്കണം എന്ന് പറയുള്ളൂ, പലഹാരം എന്ന് പറയാറേ ഇല്ല. അപ്പോൾ ഞങ്ങളിത് അടുക്കളയിൽ തിമിർത്ത് പണിയാണ് കേട്ടോ. അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ കുക്ക് ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടം. ഓരോ സാധനങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക, എന്തുട്ടായാലും എനിക്കിഷ്ടം. അപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കുക്ക് ചെയ്യണത് ഞാനാണ്. അപ്പോൾ അമ്മയോട് ആയാലും ഞാൻ പറയും, പക്ഷെ അമ്മയുടെ ഈ പരിപ്പ് കൂട്ടാനില്ലേ, പരിപ്പ് മറ്റേ നാളികേരമൊക്കെ അരച്ച് ജീരകമൊക്കെ ഇട്ട് നാളികേരം അരച്ച് മഞ്ഞക്കൂട്ടാൻ വയ്ക്കൂലേ, മറ്റേ ചക്കക്കുരും മാങ്ങയൊക്കെ ഇട്ടിട്ട് നല്ല രസമാണ് കേട്ടോ. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ അമ്മോട് ഞാൻ അത് ഉണ്ടാക്കി തരണം എന്ന് പറയും. അതുപോലെ മാങ്ങച്ചാർ, ഇപ്പോൾ മാങ്ങച്ചാർ ഇതാക്കി അരിഞ്ഞുണ്ടാക്കില്ലേ, അത് ഞാൻ ഉണ്ടാക്കും, അമ്മ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഞാൻ ഉണ്ടാക്കുമ്പോൾ അത്ര ടേസ്റ്റ് തോന്നാറില്ല. പക്ഷേ ചിക്കൻ അത് ഞാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ തന്നെ വെക്കും. എന്താ വെച്ചാൽ ചിക്കൻ എനിക്ക് വെക്കണതാണ് ഇഷ്ടം. പിന്നെ എല്ലാവരേക്കാളും നന്നായി ഞാൻ വെക്കും. അതെനിക്ക് എടുത്ത് പറയാൻ പറ്റും. കാരണം കുട്ടൂനായാലും അമ്മയ്ക്കായാലും അച്ഛനായാലും ഞാൻ വെക്കണത് ഭയങ്കര ഇഷ്ടമാണ്. ചിക്കനായാലും ബീഫ് ഞങ്ങളങ്ങനെ വെക്കാറില്ല, ബീഫ് ഞാൻ കഴിക്കാറില്ല അങ്ങനെ. അപ്പോൾ ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ്. ചിക്കൻ പാർട്സ് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡിയായി. അപ്പോൾ ഇത് പിറ്റേ ദിവസത്തെയാണ് കേട്ടോ. ചിക്കൻ കറിയൊക്കെ റെഡിയായി, നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ പിറ്റേ ദിവസത്തെ വൈകുന്നേരത്തെ ചെറിയൊരു പോർഷനും കൂടി എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ വീഡിയോയും അവസാനിക്കാറായിട്ടുണ്ട്. അപ്പോൾ സന്ധ്യയായപ്പോൾ സന്ധ്യയായി കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത വീഡിയോ ഇടാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പറയണില്ല. അടുത്ത വ്ളോഗ് എന്താണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയാം. അല്ലെങ്കിൽ അങ്ങോട്ടല്ല ഇങ്ങോട്ടല്ലാത്ത പോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോണ പോലെയോ. അപ്പോൾ അതേ ശിവു കളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ശിവുവിന് ചോക്കോസ് വേണമെന്ന് പറഞ്ഞപ്പോൾ ചോക്കോസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് കഞ്ഞി കുടിക്കണ കയ്യിലില്ലേ, അത് മതി എന്ന് പറഞ്ഞിട്ട് അവൾ പറയണ പാത്രത്തിൽ അവൾ പറയണ സ്പൂണ് ഇതൊക്കെ വേണം അവൾക്ക്. അപ്പോൾ അങ്ങനെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആളതേ കളിക്കാൻ ഇറങ്ങി. അപ്പോൾ ഞങ്ങളാണെന്നുണ്ടെങ്കിൽ സന്ധ്യ ആകുമ്പോഴേ പാടത്തേക്കും ആ പറമ്പിലും ഒക്കെ ഒന്ന് കിടന്ന് നടക്കും. അതൊക്കെ ഒരു രസമാണ് കേട്ടോ. ഇപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആസ്വദിക്കുന്നവരുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞങ്ങൾക്ക് അതൊക്കെ ഒരു രസമാണ്. സന്ധ്യയാകുമ്പോൾ ഉമ്മറത്ത് വന്നിരിക്കുക, ചായ കൊണ്ട് ഉമ്മറത്ത് വന്നിരിക്കുക, ഉമ്മറത്തിരുന്നിട്ട് ചായ കുടിക്കുക, സംസാരിച്ചിരുന്ന് ചായ കുടിക്കുക, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പരിപാടികൾ. അപ്പോൾ ഇപ്പോഴത്തെ അല്ല, എപ്പോഴും ഞങ്ങളുടെ പരിപാടി തന്നെയാണ്. അപ്പോൾ ഈ മാങ്ങ ഞാൻ അരിഞ്ഞിട്ട്, അപ്പം എനിക്ക് വിജി അവിടെ ഇരിക്കാം, അവൾക്ക് ഒന്നും കഴിക്കാൻ തോന്നണില്ല, ഒരു സുഖമില്ല, വായിക്കൊന്നും രുചിയില്ല, ഛർദ്ദിച്ച് സുഖമില്ല പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പച്ചമാങ്ങ എടുത്തോണ്ടെന്ന്. അപ്പോൾ കുട്ടി പറഞ്ഞു ഞാൻ അരിഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് പച്ചമാങ്ങ എടുത്ത് അരിഞ്ഞ് ഇടിച്ച് ഉപ്പും മുളക് കിട്ടുന്ന ഇടിച്ചിട്ട് ഇരുന്ന് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ അത് അവൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. എന്ത് കഴിക്കാൻ പറഞ്ഞാലും വേണ്ട. പിന്നെ എനിക്കറിയാം ഈ സിറ്റുവേഷൻ എന്താണെന്നുള്ളത്. അത് കാരണം കൊണ്ട് ഞാൻ വല്ലാണ്ട് നിർബന്ധിക്കാനും പോകാറില്ല. ഞാനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിച്ച് അപ്പം കെടുക്കും പോയിട്ട്, എന്താ വെച്ചാൽ ഛർദ്ദിക്കാണ്ടിരിക്കാൻ. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു എനിക്ക്. അപ്പോൾ വിജിക്ക് തന്നെ ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ എന്തായാലും വിജി പ്രഗ്നൻ്റാന്നുള്ള പറയണമെന്ന് വിചാരിച്ചിട്ടില്ല, പ്രഗ്നൻ്റാന്നുള്ള കാര്യം പറയണമെന്ന് വിചാരിച്ചിട്ടില്ല. അതിന് മുമ്പേ എടുത്തു വെച്ച വീഡിയോയാണ്. അപ്പോൾ കുറച്ച് നാളായിട്ടുണ്ട് എടുത്തു വെച്ചിട്ട്. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടാണ് മാങ്ങ നുറുക്കിയതും നമ്മൾ ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കണത്. വിജി ഞങ്ങളുടെ അടുത്തിരിക്കുന്നുണ്ട്. 3 മാസം കഴിഞ്ഞിട്ട് പ്രഗ്നൻ്റാന്നുള്ള കാര്യം പറഞ്ഞാൽ മതി എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നുണ്ടായിരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പറയണ്ട, ഇനി അബോഷൻ എന്തെങ്കിലും ആവുകയാണെന്നുണ്ടെങ്കിലോ എന്നുള്ള പേടിയിൽ ഞങ്ങൾ പറയണ്ട, ഇപ്പോൾ പറയണ്ട, പുറത്ത് പറയണ്ട, ഓക്കെ 3 മാസത്തിന് ശേഷം 3 മാസമൊക്കെ ആകുമ്പോൾ പറഞ്ഞാൽ മതി എന്നുള്ള ഇതിലാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഓൾറെഡി മുമ്പേ എടുത്ത് വെച്ചിട്ടുള്ള വീഡിയോയാണ്. അപ്പോൾ ആ വീഡിയോ എടുക്കുമ്പോഴും ഞാൻ വിജി പ്രഗ്നൻ്റാണ്, വിജിക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കണേന്ന് പറയാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. ജസ്റ്റ് മാങ്ങനെ കട്ട് ചെയ്ത് നമ്മളിങ്ങനെ ഉണ്ടാക്കണമെന്ന് മാത്രം പറയാൻ വിചാരിച്ചിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഇതൊക്കെ അന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ 3 മാസം ആയി, അപ്പോൾ 3 മാസം ആവുന്നു. അപ്പോൾ ആ ഒരു ഇതിൽ നമുക്ക് പറയാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. അങ്ങനെ ഓക്കെ സെറ്റായി. ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ.